ഇന്ന് നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള സാലഡിൻ്റെ റെസിപ്പി കാണാം. അതും ഫ്രൂട്ട്സും വെജിറ്റബിൾസും വെച്ച് ഉണ്ടാക്കുന്ന ഒരു സാലഡ്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ പാർട്ടികളിലൊക്കെ വിളമ്പാൻ പറ്റിയ നല്ല ഒരു സാലഡിൻ്റെ റെസിപ്പിയാണിത്. അതുകൂടാതെ ഡയറ്റ് ചെയ്യുന്ന ആളുകൾക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു സാലഡിൻ്റെ റെസിപ്പിയാണ്. നമുക്കിതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. പൈനാപ്പിൾ ഒരു ബൗള് നിറയെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. കുക്കുംബർ ഒരെണ്ണം എടുത്ത് ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. എല്ലാ വെജിറ്റബിൾസും ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെക്കുക. ക്യാപ്സിക്കം ആണിത്. ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം എടുത്ത് ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സാലഡിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞു വെച്ചിരിക്കുന്നതാണിത്. ഇത് കുറച്ച് അനാറാണ്. ഇത് കൂടാതെ ആപ്പിള് ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് സവാളയാണ്. സവാള ഒരു മീഡിയം സൈസ് സവാള എടുത്ത് ക്യൂബായിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത്രയാണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഞാൻ എടുത്തിരിക്കുന്നത്. ഇത്ര ഇൻഗ്രീഡിയൻസ് സൈഡിൽ മാറ്റി വയ്ക്കുക. ഇനി ഈ സാലഡിനുള്ള ഡ്രസ്സിങ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഇവിടെ ഒരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ തേനാണ്. തേൻ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. ഞാനിവിടെ ഇപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടില്ല, തേനാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇവിടെ ഇപ്പോൾ ഈ സാലഡിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സിങ് റെഡി ആയിട്ടുണ്ട്. ഇത് സൈഡിൽ മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ഒരു മിക്സിംഗ് ബൗൾ എടുത്ത് അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. പല കളേഴ്സിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ ഇതൊരു കളർഫുൾ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡാണ്. ഈ ഫ്രൂട്ട്സും കൂടി ഈ സാലഡിനകത്ത് വരുന്നതുകൊണ്ട് ഒരു മധുരവും കൂടി കിട്ടും. അപ്പോൾ കഴിക്കാനായിട്ട് നമുക്കൊരു മടുപ്പ് തോന്നില്ല. ഇപ്പോൾ ഇവിടെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് ഒരു സ്പൂണും കൊണ്ട് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാലഡ് ഡ്രസ്സിങ് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇങ്ങനെ എല്ലാ ഭാഗങ്ങളിലും ഈ ഡ്രസ്സിങ് ഒഴിച്ചു കൊടുക്കുക. ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനൊന്നും പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല. ഞാൻ പിന്നെ ഏകദേശം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇഷ്ടമുള്ള അത്രയും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഡയറ്റ് ചെയ്യുന്ന ആളുകൾ പൈനാപ്പിളിൻ്റെ ഒക്കെ അളവുകൾ കുറച്ചിട്ട്, അതായത് ഫ്രൂട്ട്സിൻ്റെ അളവ് കുറച്ചിട്ട് വെജിറ്റബിൾസിൻ്റെ അളവ് കൂട്ടിയെടുക്കുക. പ്രത്യേകിച്ച് ആപ്പിള് ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പൈനാപ്പിളിൻ്റെ അളവ് പ്രത്യേകിച്ച് കുറയ്ക്കുക. ഇപ്പോൾ ഇവിടെ സാലഡ് ഡ്രസ്സിംഗ് ഒക്കെ ഒഴിച്ച് ഈ സാലഡ് റെഡി ആയിട്ടുണ്ട്. മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഉണ്ടാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു സാലഡാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. ഈ സാലഡിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇനേബിൾ ചെയ്തിട്ടാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കുറേ ആളുകൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അറിയുന്നില്ല എന്ന് പറയുന്നതുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. എല്ലാവരും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും ഡിസ്ക്രിപ്ഷൻ ബോക്സും മറക്കാതെ ചെക്ക് ചെയ്യുക. ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.